നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അൻവർ ഇന്നലെ ഉയർത്തിയ പരാതികളിലും ആരോപണങ്ങളിലുമൊക്കെ നിരവധി പ്രതികരണങ്ങൾ പാർട്ടി നേതാക്കളുടെ ഭാഗത്തു നിന്നും ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നും ഒക്കെ ഇന്നലെ മുതൽ തന്നെ വന്നു തുടങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ വളരെ പ്രധാനപ്പെട്ട രണ്ട് പ്രതികരണങ്ങൾ വന്നത് ഇന്നാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ 10:30 മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. 5 മിനിറ്റിലധികം കുറച്ചു നേരം നീണ്ടുനിന്ന ആ പ്രതികരണത്തിൽ പ്രത്യേകിച്ചൊന്നും മുഖ്യമന്ത്രിക്ക് പറയാനുണ്ടായിരുന്നില്ല. സംശയിച്ച കാര്യം തന്നെയാണ് നടക്കുന്നത്, ഇല്ലെങ്കിൽ ഇതിനു പിന്നിലൊക്കെ വലതുപക്ഷ ശക്തികളാണ് എന്ന തരത്തിലൊരു പ്രതികരണം മാത്രം നടത്തി മുഖ്യമന്ത്രി അവിടെ നിന്ന് മാറുന്നു. പിന്നീടാണ് ഉച്ചയ്ക്ക് 2:30 പാർട്ടി സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. ആ വാർത്താ സമ്മേളനത്തിലാണ് അൻവർ ഇനിയില്ല പാർട്ടിയിൽ എന്നുള്ള തീരുമാനത്തിലേക്ക്, നിലപാടിലേക്ക് പാർട്ടി കടക്കുന്നത്. പക്ഷെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊക്കെ അപ്പോഴും പാർട്ടിയുടെ സെക്രട്ടറി മറുപടി പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. അന്വേഷണം നടക്കുകയാണ്, അതിനുശേഷം മാത്രമേ കൃത്യമായ പ്രതികരണത്തിലേക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. രാവിലെ മുഖ്യമന്ത്രി പ്രതികരിച്ചതിന് ശേഷം അൻവർ വീണ്ടും മാധ്യമങ്ങളെ കണ്ടിരുന്നു. അതിനുശേഷം ഉച്ച കഴിഞ്ഞ് വീണ്ടും മാധ്യമങ്ങളെ കാണുകയുണ്ടായി അൻവർ. അപ്പോൾ പറഞ്ഞത് പാർട്ടി എന്ന പ്രതിസന്ധി ഇനിയില്ല, താൻ ഇനി ആളിക്കത്തും എന്നാണ് അൻവർ പറഞ്ഞു വെക്കുന്നത്. ആ വിഷയത്തിലേക്കാണ് ആദ്യം കടക്കുന്നത്. ദാവൂദ് സാർ, ഇവിടെ ആളിക്കത്തൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇനി കത്താനില്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ ഇത്രയും പ്രതികരണങ്ങൾ വരുമ്പോൾ കൃത്യമായൊരു പ്രതികരണത്തിലേക്ക് പാർട്ടിക്ക് ഈ ഒരു സമയത്ത്, ഇത്ര പ്രതിസന്ധിയിലായിരിക്കുന്ന സമയത്ത് എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ക്ലിയർ ആണ്. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അത് വ്യക്തമാകുന്നതുമാണ്. എം.വി. ഗോവിന്ദന്റെ വാർത്താ സമ്മേളനമാണെങ്കിലും പിണറായിക്കാണെങ്കിലും കൂടുതലായിട്ട് അതിലൊന്നും സംസാരിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇനിയും ആളിക്കത്തും എന്ന് പറയുമ്പോൾ ഇനിയും കാര്യങ്ങൾ പുറത്തേക്ക് എന്നാണോ? അല്ല, അൻവർ ഇന്നലെ നടത്തിയ പത്രസമ്മേളനം അതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട. എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഇപ്പോൾ 20-25 ദിവസത്തോളമായി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ പരമ്പരകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഇന്നലത്തെ ആ പത്രസമ്മേളനം അതൊരു ചരിത്ര പ്രസിദ്ധമായ പത്രസമ്മേളനമാണ്. അതെങ്ങനെയാണ് പ്രസിദ്ധമാകുന്നതെന്ന് ചോദിച്ചാൽ, നോക്കൂ, അദ്ദേഹം പിണറായി വിജയൻ എന്ന് പറയുന്ന ആൾക്കെതിരെയാണ് ഏറ്റവും ശക്തമായ ഡിറക്റ്റ് അറ്റാക്ക് ആ പത്രസമ്മേളനം നടത്തുന്നത്. അത് നമ്മൾ കാണാം. പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ ആരാണ്? കേരളത്തിൽ നോക്കൂ, CPM-നകത്ത്, ഇടതുപക്ഷ പ്രസ്ഥാനത്തിനകത്ത് ഒരുപാട് സ്വന്തമായ ലെഗസി സൃഷ്ടിച്ചു വെച്ച ഒരാളാണ്. ഏറ്റവും ദീർഘകാലം തുടർച്ചയായി CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ആളാണ് പിണറായി വിജയൻ. തുടർച്ചയായി രണ്ട് തവണ അധികാരത്തിൽ വരുന്ന CPM-ൻ്റെ ഏക മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. ഇപ്പോൾ നിലവിലുള്ള ഇന്ത്യയിലെ ഏക CPM മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെ വലിയൊരു ലെഗസിയുള്ള, പാർട്ടി കവികളുടെ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാറ്റിൻ്റെയും കാരണഭൂതരായിട്ടുള്ള ഒരു മനുഷ്യൻ. പാർട്ടിക്കകത്ത് ഒരു അചോദ്യ മാർപ്പാപ്പയായിട്ട്, ഏറ്റവും പവർഫുള്ളായിട്ട് ഈ കേരളത്തിലെ പാർട്ടിയിലെ, ഇന്ത്യയിലെ CPM-ലെ തന്നെ ഏറ്റവും പവർഫുൾ ഫാദർ ഫിഗർ ആയി നിലനിൽക്കുന്ന ഒരു മഹാബിംബമാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയൻ്റെ നേർക്ക് വിരൽ ചൂണ്ടി ഞാൻ വെല്ലുവിളിക്കുന്നു എന്ന പ്രയോഗം 2 തവണ, പിണറായി വിജയനെ ഞാൻ വെല്ലുവിളിക്കുന്നു എന്ന പ്രയോഗം 2 തവണ അൻവർ നടത്തുന്നുണ്ട്. അത് കേരളത്തിലെ ഒരു പാർട്ടിയിൽ, ഇന്ത്യയിലെ CPM-ൽ ചിന്തിക്കാൻ പറ്റാത്തൊരു സംഗതിയാണ്. CPM-ൻ്റെ അവരുടെ പാർലമെൻ്ററി പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള CPM പിന്തുണയിൽ മത്സരിച്ച് വിജയിച്ച ഓട്ടോറിക്ഷ ചിഹ്നത്തിലാണ് അദ്ദേഹം മത്സരിക്കുന്നത്. CPM-ൻ്റെ പാർലമെൻ്ററി പാർട്ടി അംഗമാണ്. അങ്ങനെ ഒരു മനുഷ്യൻ, എൻ്റെ ധാരണ അദ്ദേഹം ഓട്ടോറിക്ഷ ചിഹ്നമാണെന്നുള്ളതാണ്. പിന്നെ അങ്ങനെ ഒരാൾ ഇത്രയും മാരകമായ ആക്രമണം മുഖ്യമന്ത്രിക്കെതിരെ നടത്തുന്നു എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രകമ്പനം സൃഷ്ടിക്കും, ഉറപ്പാണ്. അത് വലിയ പ്രകമ്പനം സൃഷ്ടിക്കും. ആ പ്രകമ്പനങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്പർ 1. നമ്പർ 2, അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ അതിൻ്റെ കണ്ടൻറ്റ് എന്താണ്, അതിൻ്റെ ഉള്ളടക്കം എന്താണെന്നുള്ളത്. ഈ ഉള്ളടക്കം അദ്ദേഹം തുടക്കം മുതലേ പറയുന്ന കാര്യങ്ങളാണ്, അതിൻ്റെ വിശദാംശങ്ങളാണ് പിന്നീട് പറയുന്നത്. അതിലേറ്റവും പ്രധാനം പോലീസിങ്ങാണ്. കേരളത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത് അത് ഇടതുപക്ഷ ഭരണകൂടത്തിന് യാതൊരു നിയന്ത്രണവുമില്ലാത്ത ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അത് RSSൻ്റെ കയ്യിലാണ്. അവർ സഖാക്കൾക്കെതിരെയും ന്യൂനപക്ഷങ്ങൾക്കെതിരെയുമാണ് പ്രവർത്തിക്കുന്നത്. അത് ഈ കാര്യങ്ങൾ പുതിയ കാര്യമല്ല. ഇത് നോക്കൂ, നമ്മൾ ഈ ഔട്ട് ഓഫ് ഫോക്കസിൽ ഏറ്റവും അധികം ചർച്ച ചെയ്ത വിഷയം എന്തായിരിക്കും? അത് കേരളത്തിലെ പോലീസിങ്ങുമായി ബന്ധപ്പെട്ടാണ്. അത് അങ്ങേയറ്റം ഇസ്ലാമോഫോബിക്കായിട്ടുള്ള, മുസ്ലിം വിരുദ്ധമായിട്ടുള്ള RSSൻ്റെ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാട് മാത്രമാണ് കേരള പോലീസ് എന്നുള്ളത് സുവിദിതമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിപ്പോൾ
എം സ്വരാജ് ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷൻ മാർച്ച് നടക്കുന്നില്ലല്ലോ, കേരളത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടക്കുന്നില്ല, അതുകൊണ്ട് കേരളത്തിൽ പോലീസിങ് വലിയ ഈ അസാധാരണമായ തീരെയാണ് പുള്ളി അവതരിപ്പിച്ചത്. പോലീസിങ് ഭയങ്കര ഭദ്രാണ് എന്ന് പറഞ്ഞിട്ട്. ഇത് പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള രണ്ട് സംഗതികൾ നമ്മൾ കാണും. ഒരു ഭാഗത്ത് നടക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ആവശ്യമായുള്ള, വിഭജിക്കാൻ ആവശ്യമായിട്ടുള്ള അങ്ങേയറ്റം മാരക പ്രഹരശേഷിയുള്ള വിഷവാഹിയായിട്ടുള്ള സന്ദേശങ്ങൾ, കണ്ടൻറ്റുകൾ പ്രചരിപ്പിക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങൾ, മാധ്യമങ്ങളെന്ന് പറയാൻ പറ്റില്ല, യൂട്യൂബ് ചാനൽ, യൂട്യൂബ് എന്ന് പോലും പറയുന്നത് ശരി, ഹെയ്റ്റ് ട്യൂബേഴ്സാണ്. ദീസ് ഗൈസ് ആർ ബേസിക്കലി ഹെയ്റ്റ് ട്യൂബേഴ്സ്. ഈ ഹെയ്റ്റ് ട്യൂബേഴ്സിൻ്റെ വലിയ തോതിലുള്ള വളർച്ച, എത്ര എണ്ണം ഉണ്ട് എന്ന് പോലും അറിയാൻ പറ്റാത്ത വിധം ഈ ഹെയ്റ്റ് ട്യൂബേഴ്സ് ഓരോ ദിവസവും ഈ ഹെയ്റ്റ് കണ്ടൻറ്റ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ, കുടുംബ ഗ്രൂപ്പുകളിലേക്ക് ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുക. അത് കൺസ്യൂം ചെയ്ത്, അത് ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന ആരാന്ന് വെച്ചാൽ ഈ പോലീസ് ഓഫീസേഴ്സാണ്. പോലീസ് ഓഫീസേഴ്സ്, ബ്യൂറോക്രാറ്റ്സ്, ഇവരൊക്കെ ഇത് കൺസ്യൂം ചെയ്ത് അതിനനുസരിച്ചാണ് അവരുടെ പ്രവർത്തനങ്ങൾ, പ്രയോറിറ്റീസ്, അവരുടെ ആക്ഷൻസ് ഉണ്ടാകുന്നത്. അതൊരു ഭാഗത്ത് നടക്കുക. എന്നാലോ മാധ്യമ വിമർശനം വലിയ തോതിൽ നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് CPIM. അതിൻ്റെ ഈ സൈബർ ബുദ്ധിജീവികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി എന്ന് വെച്ചാൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെ എന്താണ് ജേർണലിസം എന്ന് പഠിപ്പിക്കുക എന്നുള്ളതാണ്. മാധ്യമ വിമർശനത്തിൻ്റെ രീതി എന്ന് വെച്ചാൽ ഇപ്പോൾ PHCയിൽ ഡോക്ടറില്ല എന്ന് വാർത്ത കൊടുത്താൽ ഇതേ വർഷം ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ ആ PHCയിൽ എത്ര ഡോക്ടർമാരുണ്ടായിരുന്നതിൻ്റെ കണക്കുകൾ സംഘടിപ്പിച്ച് ഇത് കണ്ടോടാ മാപ്ര എന്ന് ചോദ്യം, ഈ മറ്റുള്ള മാധ്യമ വിമർശന പദ്ധതിയാണ് കൊണ്ടുവരുന്നത്. പക്ഷേ ഈ പറയുന്ന ഹെയ്റ്റ് ട്യൂബേഴ്സിൻ്റെ മേൽ കൈവെക്കുവാൻ, അവരെതിരെ ആക്ഷൻ എടുക്കുവാൻ, ഈ പറയുന്ന കണ്ടൻറ്റുകൾ തടയുവാനുള്ള ഒരു നടപടിയും സ്വീകരിച്ചില്ല. ഒരു ഭാഗത്ത് സമൂഹത്തെ വിഭജിക്കാനും വിദ്വേഷം പ്രചരിപ്പിക്കാൻ ആവശ്യമുള്ള സർവ്വ സംഗതികളും കൈയഴച്ച് അതിന് പ്രോത്സാഹനം നൽകുക, അതിനെതിരെ ഒരു ആക്ഷൻ എടുക്കാതിരിക്കുക. അതിനെതിരെ പരാതി നൽകുന്നവർക്കാണ് ആക്ഷൻ എടുക്കുക. അതിനെതിരെ സംസാരിക്കുന്നവർക്കെതിരെ തീവ്രവാദം, 153A ഇതെല്ലാം ഇട്ടുകൊണ്ട് പോലീസിങ്ങിൻ്റെ സഹായം ഈ പദ്ധതിക്ക് നടക്കുന്നു. ഇതാണ് 5-8 വർഷമായി കേരളത്തിൽ നടക്കുന്നത്. ഇത് കേരളത്തിലെ സാമാന്യ ബോധമുള്ള മനുഷ്യരെല്ലാം ഇതേക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയെന്ന് ആനിരാജ വരെ അതേക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ഈ പോലീസിൽ RSSൻ്റെ ഒരു അധോ സംഘമാണ് കാര്യങ്ങൾ തീരുമാനിക്കുക, അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇത് മനസ്സിലാക്കാത്ത കേരളത്തിലെ ഒരേ ഒരു കൂട്ടരാരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CPMൻ്റെ നേതൃത്വവും പിണറായി വിജയനായിരുന്നു. ആഭ്യന്തര വകുപ്പ് വരും. അൻവർ ചെയ്ത ഏറ്റവും വലിയ സേവനം എന്താണെന്ന് ചോദിച്ചാൽ ഇത് കേരളത്തിലൊരു പൊതുവിഷയമാക്കി കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇതുവരെ ഇത് പറയുന്ന ആളുകൾ സുഡാപ്പികൾ, മുരികൾ, മൗദൂദികൾ, ഈ പറയുന്ന ആ ചാപ്പയടിക്ക് വിധേയമായി കൊണ്ടിരിക്കുക എന്നുള്ളത് പറയുന്നു. പക്ഷെ ഭരണപക്ഷത്തുള്ളൊരു MLA ഇത് പറയുകയും ക്രമസമാധാന ചുമതലയുള്ള ADGP അജിത് കുമാർ തന്നെയാണ് ഇതിൻ്റെ എന്താണ് റിംഗ് മാസ്റ്ററായിട്ട് പ്രവർത്തിക്കുന്നത്, ക്രിമിനൽ ഗാങ് ആയിട്ട്, നൊട്ടോറിയസ് ക്രിമിനലായിട്ട് അയാൾ തന്നെയാണ് ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അൻവർ വിളിച്ച് പറയുകയാണ്. അതുകൂടാതെ അദ്ദേഹം നടന്ന സാമ്പത്തികമായ തട്ടിപ്പുകളുടെയും മറ്റു കാര്യങ്ങളൊക്കെ അത് വേറെയുണ്ട്. അത് രണ്ടാമത്തെ ഒരു കാര്യം, പിണറായി വിജയനെതിരെ ഇദ്ദേഹം ആരോപണം ഉന്നയിക്കുമ്പോൾ അത് പിണറായി വിജയൻ്റെ കുടുംബത്തിലേക്കും അത് നീളുന്നു എന്നുള്ളതാണ്. നോക്കൂ, ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഇങ്ങനൊരു ആരോപണം, അതും പാർട്ടിയുടെ ദീർഘകാലം പോളിറ്റ് ബ്യൂറോയിലുണ്ടായിരുന്ന, ഏറ്റവും കൂടുതൽ കാലം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഒരാൾക്ക് നേരെ എന്താണ് BJPക്ക് വേണ്ടി, സ്വന്തം കുടുംബത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി, സ്വന്തം മകൾ അകത്ത് പോകണോ, ഒരു BJPക്കാരൻ പാർലമെൻറ്റിലെത്തണോ എന്ന ചോദ്യത്തിന് മുമ്പിൽ ഒരു പിതാവ് എന്ത് തീരുമാനിക്കും എന്നുള്ള ഒരു ചോദ്യം കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ കറങ്ങുന്നുണ്ടായിരുന്നു. അതിനെ എൻഡോസ് ചെയ്യുന്ന സ്വഭാവത്തിലാണ് ഇന്നലെ അൻവർ നമുക്ക് തന്ന ഇൻ്റർവ്യൂവിൽ സംസാരിക്കുന്നത്. അതൊന്ന് ആലോചിച്ചു. അത് പിണറായി വിജയന് മാത്രമുള്ള ലെഗസിയാണ്. ഇങ്ങനെ ഒരു ആരോപണം കേരളത്തിലൊരു CPIM നേതാവ്, ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് കേട്ടിട്ടുണ്ടാവില്ല. സ്വന്തം കുടുംബത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി പാർട്ടിയെ ബലി കൊടുത്തിരിക്കുന്നു പിണറായി വിജയൻ. പാർട്ടി ബലി കൊടുത്തു എന്ന് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട നമ്പർ 1 എനിമി, രാഷ്ട്രീയ ശത്രുവായിട്ട് അവർ കരുതിയുള്ള BJPക്ക് വേണ്ടി പാർട്ടിയെ ഒറ്റുകൊടുത്തിരിക്കുകയാണ്, സംഘ് പരിവാറിന് വേണ്ടി പാർട്ടിയെ ഒറ്റുകൊടുത്തിരിക്കുകയാണ് എന്നുള്ള വിമർശനമാണ് അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. അന്ന് പറഞ്ഞാൽ CPM അതിൻ്റെ ചരിത്രത്തിൽ, CPM എന്ന് പറയുന്ന സംഘടനയാവട്ടെ, പാർട്ടിയാവട്ടെ, അവൻ്റെ പാർട്ടി നേതൃത്വമാവട്ടെ, അവരുടെ ഭരണകൂടമാവട്ടെ, ചരിത്രത്തിൽ ഇതുവരെ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള വിമർശനമാണ് അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. അങ്ങനെ ഉന്നയിച്ചു മാത്രമല്ല, ഇത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഇത് വിശ്വസിക്കുന്ന വലിയൊരു ബഹുജനം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അത് നമുക്ക് മനസ്സിലാണെങ്കിൽ
എം സ്വരാജിൻ്റെ ആണെങ്കിലും ശിവൻകുട്ടിയുടെ ആണെങ്കിലും അല്ലെങ്കിൽ മന്ത്രി ബിന്ദുവിൻ്റെ ആണെങ്കിലും ഇവരുടെയൊക്കെ ന്യായീകരണ പോസ്റ്റുകൾക്ക് താഴെ വരുന്ന കമൻറ്റുകൾ മാത്രം വായിച്ചാൽ മതിയാവും. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ മാതിരി എന്താണ്, പിണറായി വിജയൻ മലപ്പുറത്ത് സെക്രട്ടറി ആയപ്പോൾ മനോരമ കൊടുത്ത് തലക്കെട്ടുണ്ട് മിന്നൽ പിണറായി എന്ന്. അപ്പം മിന്നൽ പിണറായി മാറിയിരിക്കുകയാണ് അൻവർ എന്നുള്ളതാണ് ആ നിലക്ക് സത്യം. പക്ഷേ ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ അൻവറിൻ്റെ ഇന്നലത്തെ പത്രസമ്മേളനം അതൊരു സ്ട്രാറ്റജിക് എറർ ആയില്ലേ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കൂ, അൻവർ ഈ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനെ പൂർണ്ണമായി തള്ളാത്ത, അൻവറിനെയോ അൻവർ പറയുന്ന കാര്യങ്ങളെ പൂർണ്ണമായി തള്ളാത്തൊരു സമീപനമാണ് പാർട്ടി പൊതുവെ സ്വീകരിച്ചിരുന്നത്. സൂക്ഷ്മ വിശദാംശത്തിൽ പ്രശ്നങ്ങളുണ്ടാകാം, പക്ഷേ പൊതുവെ ഗോവിന്ദൻ മാഷിൻ്റെ സംസാരങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാലും മനസ്സിലാവും. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ സുജിത് ദാസിനെതിരെ നടപടി ഉണ്ടാകുന്നുണ്ട്. എന്തോ അന്വേഷണ തമാശയൊക്കെ ആണെങ്കിലും ഒരു അന്വേഷണത്തിന് എന്തൊക്കെയോ സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ശശിക്കെതിരായുള്ള പരാതി, പാർട്ടിക്ക് ലഭിച്ച പരാതി പാർട്ടി ഗൗരവത്തിലെടുക്കും എന്നൊരു ഘട്ടത്തിൽ ഗോവിന്ദൻ മാഷ് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കെ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട്, പാർട്ടിക്കകത്ത് എന്ന് പറയുമ്പോൾ പാർട്ടി മെമ്പറല്ല അദ്ദേഹം, പാർട്ടി ആ സംവിധാനത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് തന്നെ ഒരു അകത്തു നിന്നുള്ള ഫൈറ്റായിരുന്നില്ലേ കൂടുതൽ നന്നാവുക, നിരന്തരം ആ ഒരു സമ്മർദ്ദം സൃഷ്ടിക്കുന്നതായിരുന്നില്ലേ ഗുണകരമാവുക എന്ന ചോദ്യം ഉന്നയിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സംഗതി കുറച്ച് ആശ്വാസമായിരിക്കുകയാണ്. കാരണം വെച്ചാൽ ഇതങ്ങ് ഒഴിഞ്ഞു കിട്ടിയല്ലോ, അൻവർ എന്ന് പറയുന്ന ബാധ്യത ഒഴിഞ്ഞു കിട്ടി. വളരെ എളുപ്പം സഖാക്കളോട് പറയാൻ പറ്റും, അവൻ പാർട്ടിയെ തകർക്കാൻ ശ്രമിക്കുന്ന ആളാണ്, പാർട്ടി വിരുദ്ധരുടെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഗോവിന്ദ മാഷ് പത്രസമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യം ശ്രദ്ധിക്കണം, അണികൾ സഖാക്കൾ രംഗത്തിറങ്ങണം എന്നാണ്. അൻവറിനെതിരെ സഖാക്കൾ രംഗത്തിറങ്ങണം. ഒരു ഭയങ്കര ശ്രദ്ധിക്കേണ്ട ഒരു ആഹ്വാനമാണത്. അതിന് പല മാനങ്ങളും ഉണ്ട് കേട്ടോ, അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ നിലക്ക് ഒരു ആശ്വാസമാണ് ഇതങ്ങോട്ട് ഒഴിഞ്ഞു കിട്ടിയത്. പക്ഷേ അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ അൻവർ ഒരു സ്ട്രാറ്റജിക് മിസ്റ്റേക്ക് അൻവറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ലേ എന്നാലോചിക്കാം. പക്ഷേ അൻവറിൻ്റെ ഒരു പ്രകൃതവും സ്വഭാവവും ആ വ്യക്തിയെയും അറിയുന്ന ആൾക്ക് അതിൽ അത്ഭുതം ഉണ്ടല്ലോ. അൻവർ തന്നെ അങ്ങനത്തെ ഒരാളാണ്. നേരെ പോ, വെട്ടൊന്ന് കഷ്ണമുണ്ട്, മേലെ ആകാശം താഴെ ഭൂമി, ഈ മട്ടിൽ കാര്യങ്ങൾ കാണുന്ന ഒരു സാധാരണ ഒരു നിലമ്പൂർക്കാരനാണ്. ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ വരുമ്പോഴത്തുള്ള പത്രസമ്മേളനത്തിൽ അൻവർ പറയുന്നത് അൻവറിനും ആശ്വാസമായി, അൻവർ എനിക്ക് ആശ്വാസമായി, സ്വതന്ത്രനായി എന്നുള്ളതാണ്. അപ്പോൾ ആ നിലക്ക് പിന്നെ കുറച്ചും കൂടെ സ്വതന്ത്രമായി കൂടുതലായി സംസാരിക്കാൻ അൻവറിന് സാധിക്കും. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അൻവർ ഇങ്ങനെ തുറന്നു പറഞ്ഞതോടുകൂടി സംഘടനാപരമായിട്ട് സി പി എമ്മിന് ഗുണമാണ്. ഇത് വലിയ പ്രതിസന്ധി സി പി എമ്മിന് മുമ്പിൽ അൻവർ സൃഷ്ടിച്ചിട്ടുണ്ട്. അത് സംഘടനാപരമായി സി പി എം മറികടക്കുകയും ചെയ്യും. എങ്ങനെയാണ് സി പി എം മറികടക്കുക എന്ന് ചോദിച്ചാൽ, സി പി എമ്മിന് അത്രയും മഹാമേരുവായിട്ടുള്ളൊരു സംഘടനാ ശേഷിയുണ്ട്. കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ഒരുപക്ഷെ ഒരു പാർട്ടിക്കും ഇല്ലാത്ത വിധമുള്ള ഒരു പാർട്ടി സംഘടന എന്നവർ വിളിക്കുന്നൊരു സംവിധാനമുണ്ട്. ഇങ്ങനെ മേലെ നിന്ന് ഇങ്ങനെ താഴെ വരെ പോകുന്ന കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു യന്ത്രം പോലെയുള്ള ഒരു സംവിധാനമാണ്. ആ യന്ത്രം ചലിപ്പിക്കുന്ന കാര്യത്തിൽ ഏറ്റവും മികവുള്ള ഒരു പാർട്ടി സെക്രട്ടറി കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സംഘടനാപരമായി സി പി എം ഇതിനെ മറികടക്കും, പക്ഷേ രാഷ്ട്രീയമായി ഇതിനെ മറികടക്കാൻ സി പി എമ്മിന് സാധിക്കില്ല എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ ബംഗാളിൽ സി പി എം സംഘടനാപരമായി ദുർബലമായിട്ടെന്ന് വെച്ചാൽ അങ്ങനെ വല്ലാതെയും ദുർബലമായിട്ടില്ല. ആ പാർട്ടി സംഘടന അവിടെ ഉണ്ട്, അതിൻ്റെ ഏതാണ്ട് എല്ലാ നേതാക്കളും അവിടെ തന്നെ ഉണ്ട്, അതിൻ്റെ കമ്മിറ്റികളെല്ലാം അവിടെയുണ്ട്. പക്ഷെ കമ്മിറ്റികളും സംവിധാനങ്ങളും ഉണ്ടാവും, ജനങ്ങളുണ്ടാവില്ല എന്നൊരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അതാണ് രാഷ്ട്രീയമായ തിരിച്ചടി എന്ന് പറയുന്നത്. നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞു പിണറായി വിജയൻ്റെ ലെഗസിയെക്കുറിച്ച്. പിണറായി വിജയൻ്റെ മറ്റൊരു ലെഗസി, ഉണ്ടാകാൻ പോകുന്നൊരു ലെഗസിയെക്കുറിച്ച് അൻവർ പറയുന്നുണ്ട്, സി പി എമ്മിൻ്റെ കേരളത്തിലെ അവസാനത്തെ മുഖ്യമന്ത്രിയാവുമെന്നുള്ളത്. നമ്മൾ ഔട്ട് ഓഫ് ഫോക്കസിൽ ഇതേ കാര്യം മുമ്പ് പറഞ്ഞതാണ്. അത് പിണറായി വിജയൻ ഉണ്ടാക്കാൻ പോകുന്നൊരു ഈ പാർട്ടി ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്ന മറ്റൊരു ലെഗസി ആയിരിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ മാതിരി ഗോവിന്ദൻ മാഷ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള സംഘടനയെക്കുറിച്ചാണ്, പാർട്ടി സംഘടനയെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. പാർട്ടി സംഘടന, അതിൻ്റെ വർഗ ബഹുജന സംഘടനകൾ, അതിൻ്റെ സംവിധാനങ്ങൾ, ബാങ്കുകൾ, കോപ്പറേറ്റീവ് ബാങ്കുകൾ, അത് ഈ ബാലസംഘം മുതൽ അങ്ങ് മേലോട്ട് കയറുന്ന NGO യൂണിയൻ വരെയുള്ള പലവിധ സംവിധാനങ്ങൾ, ഇതെല്ലാം ഉണ്ടായിരിക്കും. പക്ഷെ ജനങ്ങളുണ്ടാവില്ല. അപ്പോൾ ഇത് സി പി എമ്മിൻ്റെ ഒരു പാർട്ടി, ഏത് പാർട്ടിയായിട്ട്, ഒരു പാർട്ടിയുടെ ഏറ്റവും വലിയ മൂലധനം എന്താണ്? ഒരു പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ മൂലധനം എന്താണ്? വിശ്വാസ്യതയാണ്, ട്രസ്റ്റാണ്, ജനങ്ങൾക്കുള്ള ട്രസ്റ്റാണ്. ഈ ഒരു ട്രസ്റ്റ് എങ്ങനെയാണ് ഒരു പാർട്ടി, ഒരു പ്രസ്ഥാനം ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്, ജനങ്ങൾക്കിടയിൽ വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കുന്നത്? നമുക്ക് നാളെ ഇച്ചിരി വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം ഇന്ന് കമ്മിറ്റി കൂടി തീരുമാനിച്ചാൽ വിശ്വാസം ഉണ്ടായി വരില്ല. ദീർഘകാലത്തെ പ്രവർത്തനത്തിലൂടെ, ത്യാഗനിർഭരമായ അധ്വാനം നിറഞ്ഞ പ്രവർത്തനങ്ങളിലൂടെയാണ് ഏതൊരു പ്രസ്ഥാനവും
ജനങ്ങൾക്കിടയിൽ വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കുന്നത്. ആ വിശ്വാസ്യത സി പി എമ്മിനെ സ്നേഹിക്കുന്ന മനുഷ്യർക്കിടയിൽ ഉണ്ടായിരുന്ന വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്ന സംഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അതേക്കുറിച്ചാണ് ആളുകൾക്ക് മനസ്സിലാകുന്ന നാടൻ ഭാഷയിൽ അൻവർ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ട്രസ്റ്റ് ഡെഫിസിറ്റ് അല്ലെങ്കിൽ ട്രസ്റ്റ് ഇറോഷൻ, വിശ്വാസ്യതയുടെ മണ്ണൊലിപ്പ് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഗോവിന്ദൻ മാഷും 88 അംഗ സംസ്ഥാന കമ്മിറ്റിയും കൂടി തീരുമാനിക്കുകയാണ് അടുത്ത ടേമിൽ അല്ലെങ്കിൽ അടുത്ത ഒരു നമ്മുടെ പ്രവർത്തന പരിപാടിയായിട്ട് ഈ വിശ്വാസ്യത വീണ്ടെടുക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം ബ്രാഞ്ച് മുതൽ എല്ലാവരും അതിന് രംഗത്തിറങ്ങണം എന്ന് ഗോവിന്ദൻ മാഷി തീരുമാനിച്ചാൽ നേടിയെടുക്കാൻ പറ്റുന്നതല്ല. അത് വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു. വിശ്വാസ്യത നഷ്ടപ്പെട്ട് എന്ത് പ്രസംഗിച്ചിട്ടും കാര്യമില്ല. ഇത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രഹരശേഷിയുള്ള ഒരു ആഘാതം, ദീർഘകാലത്തേക്ക് അതിനെ വേട്ടയാടുന്നൊരു ആഘാതമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ നമുക്ക് ചെറിയ ചെറിയ നടപടികളിലൂടെ ഈ പ്രശ്നങ്ങൾ മറികടക്കാൻ ഒരു പ്രശ്നപരിഹാരം എന്നുള്ള നിലയ്ക്ക് മറ്റൊരു ഉദാഹരണമാണ് ADGP അജിത് കുമാർ എന്ന് പറയുന്ന മനുഷ്യൻ ഈ പ്രശ്നങ്ങളൊക്കെ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുകയാണല്ലോ. ഒന്നും അയാളെ സസ്പെൻഡ് ചെയ്യേണ്ട, അയാൾക്കെതിരെ ശിക്ഷാ നടപടി വേണ്ട, ഒന്നും വേണ്ട. അയാൾ ഇപ്പോഴുള്ള ആ പോർട്ട്ഫോളിയോ ഉണ്ടല്ലോ, ലോ ആൻഡ് ഓർഡർ, അതിൽ നിന്ന് മാറ്റാൻ പിണറായി വിജയൻ്റെ ഒരു അരക്കടലാസ് മതി. അത് ചെയ്യാൻ പോലും ദുരഭിമാനം സമ്മതിച്ചില്ല. നോക്കൂ, അത് ചെയ്തിരുന്നെങ്കിൽ അൻവറിൻ്റെ ഇന്നലത്തെ പത്രസമ്മേളനം ഉണ്ടാകുമായിരുന്നില്ല. സഖാക്കൾ കൂടെ നിൽക്കുമായിരുന്നു പാർട്ടിയുടെ. ജനങ്ങൾ ഇവർ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഉത്തരവാദിത്തത്തോട് ചെയ്യുന്നുണ്ടെന്ന വിശ്വാസം എന്നൊരു പ്രതീക്ഷ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ്? നമുക്ക് നിസ്സാരമായി ചെയ്യാവുന്നൊരു പരിഹാരക്രിയയായിരുന്നു അത്. അജിത് കുമാറിനെ ദീർഘകാലത്തേക്കൊന്നും വേണ്ട, തൽക്കാലത്തേക്ക് നന്നായി ചുരുങ്ങി ഫയർഫോഴ്സിലേക്കൊന്നും മാറ്റുക, അല്ല ജയിൽ വകുപ്പിലേക്കൊന്നും മാറ്റുക, അല്ല വേറെ എന്തെങ്കിലും ഒരു സംവിധാനത്തിലേക്ക് മാറ്റുക. അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിൽ കുറവ് വരുന്നില്ല, സ്ഥാനത്തിൽ കുറവ് വരുന്നില്ല, നിയമപരമായിട്ടുള്ള ഒരു പ്രശ്നവും വരുന്നില്ല. പിണറായി വിജയന് ഇപ്പോൾ തീരുമാനിച്ചാൽ അടുത്ത സെക്കൻഡിൽ ചെയ്യാവുന്നതാണ്. എന്തുകൊണ്ട് ചെയ്തില്ല? 2 കാരണങ്ങളാണ്. ഒന്ന്, ദുരഭിമാനം. CPM പിണറായി വിജയൻ്റെ സവിശേഷമായൊരു യോഗ്യതയാണത്. രണ്ടാമത്തത്, അങ്ങനെ എളുപ്പം മാറ്റാൻ പറ്റാത്ത വിധമുള്ള കമ്മിറ്റ്മെൻറ്റ്സ് ഈ മനുഷ്യനോടുണ്ട്. അതുകൊണ്ടാണ് പിണറായി വിജയൻ അത് മാറ്റാത്തത് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ട ഒരവസ്ഥയിലാണ്. അതാണിപ്പോൾ ജനങ്ങൾ വിശ്വസിക്കുന്നത്. എന്തുകൊണ്ട് ഇത്ര നിസ്സാരമായൊരു കാര്യം? നിസ്സാരമായ കാര്യമാണ്, പക്ഷെ അതുണ്ടാകുന്ന ഫലം അതിവലുതായിരിക്കും. അത് ചെയ്യാൻ പോലും പിണറായി വിജയന് സാധിക്കാത്തത്, അത് ചെയ്യണം എന്ന് പിണറായി വിജയനോട് പറയുവാൻ ഗോവിന്ദൻ മാഷിന് സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? നോക്കൂ, ആ ചോദ്യത്തെ അഭിമുഖീകരിക്കുമ്പോഴാണ് വിശ്വാസ്യത നഷ്ടം എത്ര ഉണ്ടായെന്ന് ചോദിക്കും. എളുപ്പത്തിൽ പരിഹരിക്കാവുന്നതായിട്ട് പോലും ഇതിനെ ഇത്രയും വഷളാക്കിയതിൻ്റെ ഉത്തരവാദിത്വം അത് അൻവറിനല്ല, അത് പിണറായി വിജയനാണ്, MV ഗോവിന്ദൻ മാഷ്ക്കാണ്. ഇതിൻ്റെ കയ്പുനീര് അവരനുഭവിക്കുക തന്നെ ചെയ്യുന്ന ഒരു സംശയം അതിലില്ല. ജിംസ്, ഇവിടെ ബാധ്യത ഒഴിഞ്ഞു എന്ന് അൻവർ പറയുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ബാധ്യത ഒഴിഞ്ഞത് അൻവറിനാണോ പാർട്ടിക്കാണോ എന്നുള്ളതൊന്ന് ഒരു രണ്ടാം ഘട്ട യുദ്ധമാണോ ഇനി കാണാനിരിക്കുന്നത്? അല്ല, അൻവറിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു പോരാട്ടമാണെങ്കിൽ അൻവർ റിലീവ്ഡായി. ശരിക്കും അൻവറിന് റിലീഫാണ് ഈ സംഭവം. പാർട്ടിക്ക് വേറൊരർത്ഥത്തിൽ റിലീഫാണ്. അങ്ങനെ അതിന് വായിച്ചെടുക്കാം. പക്ഷെ ഞാൻ ഇപ്പോൾ ദൗസ രണ്ടാം പറഞ്ഞ പോലെ ഞാനൊരു സ്ട്രാറ്റജിക് ഫെയിലറായിട്ടാണ് കാണുന്നത്. ഒന്ന്, പാർട്ടിയെ RSS സ്വാധീനത്തിൽ, പാർട്ടിയെയും സർക്കാരിനെയും RSS സ്വാധീനത്തിൽ നിന്ന്, ഞാൻ ആ പാർട്ടി എന്ന് പ്രത്യേകം പറയാൻ കാരണം ഇപ്പോൾ പാർട്ടി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹത്തിൻ്റെ ഹിതത്തിന് എന്തെങ്കിലും എതിരായിട്ട് ഇതുവരെ അദ്ദേഹം മുഖ്യമന്ത്രിയായ കഴിഞ്ഞ 8 കൊല്ലത്തിനിടയിൽ പാർട്ടിയിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പാർട്ടിയും സർക്കാരിനെയും പ്രത്യേകം പറയുന്നത്. അപ്പോൾ പാർട്ടിയെ നന്നാക്കലാണ് അൻവറിൻ്റെ ലക്ഷ്യം ആയിരുന്നുവെങ്കിൽ, പാർട്ടിയെ ഈ RSS സ്വാധീനത്തിൽ നിന്ന് മോചിപ്പിക്കലാണ് ലക്ഷ്യമായിരുന്നുവെങ്കിൽ, ഇത് ഒരു പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം നമ്മളൊരു സിനിമയുടെ ക്ലൈമാക്സ് ഇൻ്റർവെല്ലിന് തൊട്ട് മുമ്പ് വരുമ്പോഴാണ് എനിക്കിപ്പോൾ അത് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എന്താ ഈ സിനിമ പിന്നെ കാണാനുള്ള മൂഡ് നമുക്ക് പോവാണ്. യഥാർത്ഥത്തിൽ അൻവറിൻ്റെ ദൗത്യം കഴിഞ്ഞു നമുക്ക് പറയാം. അൻവർ ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്, സർക്കാരിന് മുമ്പിൽ ആ ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ട്, പാർട്ടിക്ക് മുമ്പിലും ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ട്. പക്ഷേ അൻവർ പല തവണയായിട്ട് ഇങ്ങനെ വെല്ലുവിളി സ്വഭാവത്തിൽ മുഖ്യമന്ത്രി ഞാൻ ചലഞ്ച് ചെയ്യുന്നു എന്ന് പറയുന്നു, P. ശശി അവൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ നമുക്ക് തോന്നും അവരെയൊക്കെ എങ്ങനെയാണ് അൻവർ കാണുന്നത്? മുഖ്യമന്ത്രി പിതൃതുല്യനായിരുന്നു എന്ന് അദ്ദേഹം മുമ്പ് പറയായിരുന്നു. എന്നെ ചതിച്ചതുകൊണ്ട് ഞാൻ മാറ്റി പറയുന്നതാണെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഓക്കെ, P. ശശിയെ അവൻ
അവനൊക്കെ ആരാണെന്ന് കാട്ടുകള്ളൻ. ചോദിക്കുന്നു. കാട്ടുകള്ളൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ നമ്മൾ യുദ്ധം ചെയ്യുന്ന ശത്രു ആരാണെന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടാണോ അൻവർ ഇത് ചെയ്തതെന്ന് എനിക്ക് സംശയം തോന്നിപ്പോയി ഇന്നലത്തെ വാർത്താ സമ്മേളനം കഴിഞ്ഞപ്പോൾ. അതിൻ്റെ കാരണം ആരാണ് പി ശശി എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, പി ശശി ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. ഞാൻ വിശ്വസിക്കുന്നത് പിണറായി വിജയനേക്കാൾ പവർഫുള്ളാണ് അദ്ദേഹം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ കാരണം ഒന്ന് ആലോചിച്ച് നോക്കുക. 25 കൊല്ലം മുമ്പ് കെ നായനാർ സർക്കാരിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. അങ്ങനെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കെ അദ്ദേഹം നേരിട്ട ആരോപണങ്ങൾ എന്താണ്, അദ്ദേഹം ആരെയൊക്കെയാണ് കേസിൽ നിന്ന് രക്ഷിച്ചിട്ടുള്ളത്, അദ്ദേഹം എങ്ങനെയാണ് ആ സംസ്ഥാനം ഭരിച്ചതെന്ന് അന്ന് കുറഞ്ഞ പക്ഷം പത്രങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് മനസ്സിലാവും. ഈ 96 മുതൽ 2001 വരെയുള്ള കാലഘട്ടത്തിൽ പത്രം വായിക്കുന്ന ആൾക്ക് എങ്ങനെയാണ് പി ശശി കേരളം ഭരിച്ചത്. അന്ന് നയനാരല്ല ഭരിച്ചത്, നമ്മൾ മനസ്സിലാക്കണം. നയനാരുടെ അവസാന കാലഘട്ടമായിരുന്നു, അദ്ദേഹം നല്ല വൃദ്ധനായിരുന്നു, അദ്ദേഹമല്ല മുഖ്യമന്ത്രി എന്ന് അന്ന് പരക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആക്ഷേപമാണത്. അവിടെ ഭരിക്കുന്ന പി ശശിയാണ് എന്ന് പരക്കെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, പത്രം വായിച്ചാൽ നമുക്കും തോന്നുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യൻ 2010 പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു. അദ്ദേഹം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കും. അദ്ദേഹത്തെ ഒരു ബ്രാഞ്ച് പുറത്താക്കുന്നില്ല, തരം താഴ്ത്തുന്നു. കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കെ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ തരം താഴ്ത്താനിടയായ കാരണം, ആ കാരണം പാർട്ടി ഇതുവരെ ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടില്ല. ആരോഗ്യപരമായ കാരണങ്ങളാൽ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് മാറ്റി അദ്ദേഹത്തെ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് മാറ്റുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അന്ന് പുറത്തു വന്ന വാർത്തകൾ പ്രകാരം എന്താണ്, മോറലി മിസ്കണ്ടക്ട്, അതായത് സദാചാരപരമല്ലാത്ത പെരുമാറ്റം അദ്ദേഹത്തിൽ നിന്നുണ്ടായി എന്ന് ഒന്നിലധികം പരാതികൾ വന്നതിനെ തുടർന്ന് അദ്ദേഹത്തെ തരം താഴ്ത്തുന്നതാണ് എന്നാണ് പുറത്തു വന്ന വാർത്തകൾ. നമുക്കറിയില്ല, പാർട്ടി ഇപ്പോഴും അത് വിശദീകരിച്ചിട്ടില്ല എന്തിനാണ് അന്ന് പി ശശിയെ തരം താഴ്ത്തിയതെന്നുള്ളത്. അപ്പോൾ അന്ന് പി ശശിക്കെതിരെ പരാതി കൊടുത്തു എന്ന് പറയപ്പെടുന്ന CPM-ൻ്റെ ഒരു മുതിർന്ന നേതാവ് അദ്ദേഹം കർഷക സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു, മുൻ MLA ആണ്, CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. ആ മനുഷ്യൻ 2011 അതേ വർഷം തന്നെ അദ്ദേഹവും തരം താഴ്ത്തപ്പെടുന്നു സമാനമായ രീതിയിൽ. അപ്പോൾ തരം താഴ്ത്തപ്പെടുക മാത്രമല്ല, അദ്ദേഹത്തിനെതിരെ പുറത്തു വന്ന വാർത്ത, ഇപ്പോൾ പി ശശി എന്തുകൊണ്ട് തരം താഴ്ത്തി എന്നുള്ള വാർത്ത പുറത്തു വന്നിട്ടില്ല, ഔദ്യോഗികമായി വിശദീകരിച്ചിട്ടില്ല, പക്ഷേ വാർത്തകളാണ് വന്നിട്ടുള്ളത് എന്ത് കാരണം എന്നുള്ളത്. ഈ മനുഷ്യനെ തരം താഴ്ത്തിയത് എന്തിനാണ് എന്ന ക്വസ്റ്റിന് പത്രങ്ങളിൽ വന്ന വാർത്ത എന്താണ്, ഇദ്ദേഹം സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്നാണ്. അപ്പോൾ അദ്ദേഹത്തെ അറിയാവുന്ന അദ്ദേഹത്തിൻ്റെ ജില്ലക്കാർക്കോ അദ്ദേഹത്തെ ഒരു തവണയെങ്കിലും കണ്ടിട്ടുള്ള ഒരു മനുഷ്യനോ അദ്ദേഹം അങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് സംശയിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ശരീരഭാഷയും അദ്ദേഹത്തിൻ്റെ സ്വഭാവവും സംസാരവും നമുക്കെല്ലാവർക്കും അറിയാം, അദ്ദേഹത്തെ കണ്ടിട്ടുള്ളവർക്കറിയാം. അപ്പോൾ ഇദ്ദേഹത്തെ തരം താഴ്ത്തിയത് എന്തിനാണ്, സാമ്പത്തിക ക്രമക്കേടിനാണെന്ന് വാർത്തകൾ വന്നിട്ടും പാർട്ടി അത് തിരുത്താനേ പോയിട്ടില്ല, ഇന്നും തിരുത്തിയിട്ടില്ല. അദ്ദേഹം പിന്നീട് ഈ CPM രാഷ്ട്രീയത്തിൽ നിന്ന് വിസ്മൃതിയിലേക്ക് ആണ്ടുപോവുകയാണ് ചെയ്തത്. കഴിഞ്ഞ ദിവസം ഈ ജൂലൈ 27-ാം തീയതി, അതായത് ഈ അൻവർ ഈ ആക്ഷേപം ഉന്നയിക്കുന്നതിന് ആ സമയത്താണ്, അതിന് തൊട്ട് മുമ്പ് അദ്ദേഹം കണ്ണൂരിലുള്ള ഒരു പ്രാദേശിക ചാനലിനൊരു അഭിമുഖം കൊടുക്കുന്നുണ്ട്. എനിക്ക് ഇനിയെങ്കിലും സംസാരിക്കണം, എനിക്ക് പറയാനുള്ളത് ജനങ്ങളെ കേൾക്കണം, സഖാക്കളോടാണ് എനിക്ക് പറയാനുള്ളത്. പാർട്ടിയാണ് എന്നെ രോഗിയാക്കിയിട്ടുള്ളത്, അതിപ്പോൾ ഡയാലിസിസ് രോഗിയാണ്, പാർട്ടിയാണ് എന്നെ രോഗിയാക്കിയിട്ടുള്ളത്, എനിക്ക് മേൽ ചൊരിഞ്ഞ ആക്ഷേപങ്ങൾ സഹിക്കവയ്യാതെയാണ് ഞാൻ രോഗിയായിട്ടുള്ളത് എന്ന് തുടങ്ങി അദ്ദേഹം പി ശശിക്കെതിരെ കൊടുത്തു എന്ന് പറയപ്പെടുന്ന ആ പരാതിയെക്കുറിച്ച് പോലും ചോദിക്കുന്നുണ്ട് ആ ഇൻ്റർവ്യൂ ചെയ്യുന്നയാൾ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് പാർട്ടിയെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും മാന്യമായി രക്ഷിക്കുകയാണ് അവിടെ അദ്ദേഹം ചെയ്യുന്നത്. ബാക്കി TP ചന്ദ്രശേഖരൻ വധ കേസ് മുതൽ ബാക്കി മുഴുവൻ കാര്യങ്ങളും അദ്ദേഹം തുറന്നു പറയുകയാണ് എങ്ങനെയാണ് പാർട്ടി പ്രതിസന്ധിയിലാവുന്നത് എന്ന്. പാർട്ടിയെ ഈ ഗതിയിലാക്കിയവർ ഇപ്പോൾ പ്രതിസന്ധിയിൽ നിൽക്കുന്നതും ഞാൻ കാണേണ്ടി വരുന്നു എന്ന് അദ്ദേഹം വേദനയോടെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ CPM ഒരു സംസ്ഥാന കമ്മിറ്റി അംഗത്തെയാണ് ആ വിധം ഒരു രോഗിയാക്കി നിലനിർത്തിയിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം ഈ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിപ്പെട്ട പി ശശി പിന്നീട് 2022 അദ്ദേഹം വീണ്ടും സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തിരികെ വരുന്നു, ജില്ലാ കമ്മിറ്റിയിലേക്ക് വരുന്നു, ജില്ലാ കമ്മിറ്റിയിൽ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരുന്നു. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന ഒരൊറ്റ മനുഷ്യന്റെ തീരുമാനം മാത്രമാണ്, അത് പാർട്ടി എടുത്ത തീരുമാനമോ പാർട്ടി തെരഞ്ഞെടുപ്പോ അല്ല എന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ വരുന്നയാൾ തൊട്ടടുത്ത വർഷം തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആവും. ഇതെങ്ങനെ സംഭവിക്കുന്നു? അപ്പം ഈ പാർട്ടിയെ സംബന്ധിച്ച് ഇപ്പോൾ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പാർട്ടി സഖാക്കളുടെ വലിയ തോതിലുള്ള പിന്തുണ കിട്ടിയിട്ടുണ്ട്. നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങൾ നോക്കിയാൽ അറിയാം. പക്ഷെ ആ പിന്തുണ കിട്ടുമ്പോൾ തന്നെ പിണറായി വിജയൻ RSSുമായി രഹസ്യധാരണ ഉണ്ടാക്കുമോ എന്ന് സംശയിക്കുന്ന ധാരാളം സഖാക്കളുണ്ട്. ഇത് പി ശശി ചെയ്യുന്ന കാര്യമാണ്, പി ശശിയാണ് പാർട്ടിയെ നശിപ്പിക്കുന്നത്, പിണറായി വിജയനല്ല എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ഇനി അതുമല്ല, പി ശശിയും പിണറായി വിജയനുമല്ല, ഈ പോലീസുകാരാണ് പ്രശ്നം, അജിത് കുമാറിനെ പോലുള്ളവരാണ് പ്രശ്നം, അവരെ മാറ്റണം എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഒരു ഘട്ടത്തിൽ ഇതിങ്ങനെ വിശ്വസിക്കുന്ന പല ആൾക്കാരുണ്ട്. ഈ നടന്ന സംഭവിക്കാൻ നമ്മൾ ഈ ടൈം ലൈൻ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ തൃശ്ശൂർ പൂരം കലക്കിയത് മുതൽ അൻവർ ഉന്നയിച്ച മുഴുവൻ ആരോപണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇതിലേതെങ്കിലും കാര്യത്തിന് അന്വേഷിക്കാം. ഇന്നിപ്പോൾ ഗോവിന്ദ മാസ്റ്റർ മാധ്യമങ്ങളോട് എന്താ പറയുന്നത്,
ഗോവിന്ദൻ മാസ്റ്ററുടെ മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. ഈ തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാർ RSS മേധാവിയെ കണ്ടു, അല്ലെങ്കിൽ RSS ജനറൽ സെക്രട്ടറിയെ കണ്ടു, അതേപ്പറ്റി CPM-ന്റെ രാഷ്ട്രീയ നിലപാടെന്താണ് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് പോലും ഇന്ന് ഗോവിന്ദ മാസ്റ്റർ മറുപടി പറഞ്ഞില്ല. അങ്ങനെ ഒരു ക്വസ്റ്റിന് പോലും അതിന് മറുപടി ഇല്ലേ? ഒരു പോലീസുകാരൻ സർക്കാർ നയത്തിന് വിരുദ്ധമായി RSS ജനറൽ സെക്രട്ടറിയെ കണ്ടാൽ അത് തെറ്റാണ്, അത് അംഗീകരിക്കാൻ കഴിയില്ല, പാർട്ടിക്ക് അംഗീകരിക്കാൻ കഴിയില്ല, സർക്കാർ അത് പരിശോധിക്കും, പാർട്ടിയും പരിശോധിക്കും എന്ന് പറയുന്നതിന് പകരം അതിന് മറുപടി പറഞ്ഞില്ല. അന്വേഷണ റിപ്പോർട്ട് വരട്ടെ. ഇപ്പോൾ പറയുന്ന ഉത്തരം അർത്ഥസത്യമായിരിക്കും. അതായത് അന്വേഷണ റിപ്പോർട്ട് വരട്ടെ. അതായത് അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നു എന്നോ അങ്ങനെ നടന്നിട്ടുണ്ടാകാമെന്നോ ഒരു ഊഹം പോലും പാർട്ടിക്കില്ല, പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇല്ല എന്ന് വരുമ്പോൾ ഈ പാർട്ടിയുടെ ഘടന എന്താണ് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് വരുവാണ്. പാർട്ടിയും സർക്കാരും എന്ന് പറയുമ്പോൾ പാർട്ടി എന്ന് പറയുന്നത് ഇന്ന് പിണറായി വിജയൻ മാത്രമാണ്. അപ്പോൾ പിണറായി വിജയൻ എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്താണ്, അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ സ്വഭാവം എന്താണെന്ന് നമുക്കറിയാം. ഇനി അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് ഇൻ കമാൻഡ് എന്ന് പറയുന്നത് P ശശി ആരാണെന്ന് കൂടി നമ്മൾ പരിശോധിക്കണം. അപ്പോൾ അത്രയും പവർഫുൾ ആയിട്ടുള്ള രണ്ട് വ്യക്തികൾക്കെതിരെ, ആ രണ്ട് വ്യക്തികൾ തന്നെയാണ്, അവരല്ല പാർട്ടി. അവർ പാർട്ടി ഇപ്പോൾ സാങ്കേതികമായിട്ട് അവരാണ് പാർട്ടിയെങ്കിലും അവരല്ലല്ലോ പാർട്ടി. അങ്ങനെ ആ രണ്ട് പേർക്ക് നടത്തുന്ന യുദ്ധം ഒരു വൈകാരികമായ ആവശ്യത്തള്ളിച്ചയിൽ പാതി വഴി ഇട്ടേച്ച് പോകരുതായിരുന്നു അൻവർ എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അത് പാർട്ടിയെ രക്ഷിക്കാനുള്ളതാണെങ്കിൽ എന്നെ മുഖ്യമന്ത്രി എന്താക്കി, സ്വർണ്ണക്കടത്തുകാരുടെ ഏജന്റാക്കി. ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പുറപ്പെടുവിച്ച ഒരു പ്രസ്താവനയുണ്ട്. പിണറായി വിജയൻ അദ്ദേഹത്തെ സ്വർണ്ണക്കടത്തുകാരുടെ ഏജന്റാക്കി ചിത്രീകരിച്ചു. അൻവറിനെതിരെ ഗവർണറുടെ കത്ത് കിട്ടിയിട്ടുള്ളൂ, അതായത് വേറെ എന്തോ കേന്ദ്ര അന്വേഷണം എന്ന ഉമ്മാക്കി വെച്ച് ഭീഷണിപ്പെടുത്തുകയാണ്. ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് ഒരു പ്രസ്താവനയുടെ ഒരു വരി ഇങ്ങനെയാണ്: സംഘപരിവാറിന്റെ അജണ്ട പ്രതിരോധിക്കുന്നതിന് എന്നും മുന്നിൽ നിന്നു എന്നതിന്റെ പേരിൽ തലയ്ക്ക് വില പറയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ തെറ്റായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങളും മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. അൻവറിനെ പറ്റിയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ പ്രീണനമെന്ന പ്രചാരണമാണ് ഉയർന്നു വന്നത്. ഇപ്പോഴാകട്ടെ ഹിന്ദുത്വ രാഷ്ട്രീയവുമായുള്ള സന്ധിയാണെന്ന് ചിലർ പ്രചരിപ്പിക്കുന്നു. മതനിരപേക്ഷത്തെ രാഷ്ട്രീയത്തെ തകർക്കുക എന്ന മതരാഷ്ട്രവാദ കാഴ്ചപ്പാടുകളാണ് ഇത്തരം ആശയപ്രചാരണക്കാരെ സ്വാധീനിച്ചിരിക്കുന്നത്. അൻവറെ സുഡാപ്പി എന്നാണ് പറഞ്ഞതിൻ്റെ പച്ചമലയാളം. അതായത് എന്തൊക്കെയാണ്? അതായത് പിണറായി വിജയൻ ഒരു വശത്ത് അദ്ദേഹത്തെ സ്വർണ്ണക്കടത്തുകാരനാകുന്നു, മറുവശത്ത് ഇദ്ദേഹത്തെ സുഡാപ്പിയാകുന്നു. ഇതാണ് ഈ പറഞ്ഞത് പച്ചമലയാളം. ഇത് കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇതാണ് അവർക്ക് മനസ്സിലാവുക. അപ്പോൾ ഈ MV ഗോവിന്ദൻ ഇന്ന് എഴുതി തയ്യാറാക്കി വായിച്ചത് ആരെഴുതി കൊടുത്ത പ്രസ്താവനയാണ്? മുഖ്യമന്ത്രി നേരത്തെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വായിച്ച പ്രസ്താവന തന്നെയാണ് അദ്ദേഹം വായിക്കുന്നത്. അതിന്റെ ഭാഷ വ്യത്യാസമുണ്ട്, കുറച്ചുകൂടി സൈദ്ധാന്തികമായിട്ടൊക്കെ പറയുമെന്നല്ലാതെ ഇത് രണ്ടും ഒരേ ഹാൻഡ് റൈറ്റിങ്ങിനാൽ എഴുതപ്പെട്ട കാര്യമാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആർക്കെതിരെയാണ് യുദ്ധം ചെയ്യേണ്ടത്, ആർക്കെതിരെ തോൽക്കിരിക്കുമ്പോൾ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നുള്ളത് ഒരു രാഷ്ട്രീയ പക്വതയില്ലായ്മ. കാരണം അൻവർ അങ്ങനെ ഒരു സാമ്പ്രദായിക രാഷ്ട്രീയക്കാരനല്ല, അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്, ഒരു നാട്ടുംപുറത്തുകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ ഒരു സ്ട്രാറ്റജി ബിൽഡപ്പ് ചെയ്യാനോ ഒന്നും കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചെന്താണ്, അദ്ദേഹം ഒരു ചരിത്രത്തിലെ ഒരു വലിയ രാഷ്ട്രീയ ദൗത്യം അദ്ദേഹം പൂർത്തിയാക്കി കഴിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കുക, കേരളത്തിൽ പിണറായി വിജയൻ എന്ന മനുഷ്യന് നേരെ വിരൽ ചൂണ്ടാൻ എൻ്റെ ഒരു ഓർമ്മയിൽ VS അച്യുതാനന്ദൻ ഒഴികെ വേറെ ആർക്കും കഴിഞ്ഞിട്ടില്ല. VS അച്യുതാനന്ദൻ അല്ലാതെ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഒരു CPM-ൽ നിന്നോ ഈവൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ശത്രുക്കൾ പോലും, പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ശത്രുക്കൾ പോലും ഇത്രയും ധൈര്യവും ചങ്കുറ്റവും കാണിച്ചിട്ടില്ല. ആ അർത്ഥത്തിൽ അൻവറിൻ്റെ ഈ ദൗത്യം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും. അത് അപൂർണമായാലും പാതി വഴി ഉപേക്ഷിച്ചു നമുക്ക് വ്യാഖ്യാനിച്ചാലും എന്തായാലും അദ്ദേഹം ചെയ്യാനുള്ളത് അദ്ദേഹം ചെയ്തു കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് പാർട്ടിയും പാർട്ടി പ്രവർത്തകരും സഹാക്കളുമാണ്.